നമസ്തേ. എന്തുകൊണ്ടിന്നും ആയുർവേദത്തെ വിശ്വസിക്കണം? ആയുർവേദം ശാസ്ത്രത്തിന് പകരമല്ല, മറിച്ച് സ്വന്തം തത്വങ്ങളും തർക്കശക്തിയുമുള്ള ഒരു ശാസ്ത്രമാണ്. ഓരോ ശാസ്ത്രവും വ്യത്യസ്തമായ രീതിയിലൂടെ ലോകത്തെ ദർശിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം ഫിസിയോളജി, അനാറ്റമി, പാത്തോളജി എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കുന്നതുപോലെ ആയുർവേദം ശരീരം, മനസ്സ്, ആത്മാവ്, പ്രകൃതി, ത്രിദോഷം, പഞ്ചമഹാഭൂതം എന്നീ സിദ്ധാന്തങ്ങളെയും നൂറ്റാണ്ടുകൾ നീണ്ടുവരുന്ന അനുഭവങ്ങളെയും നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കുന്നു. ഉദാഹരണത്തിന്, ക്വാണ്ടം ഫിസിക്സിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണോ ക്ലാസിക്കൽ ഫിസിക്സിന് പ്രതിരോധമാകുന്നത്, അതേപോലെ തന്നെ ആയുർവേദവും സ്വന്തം ഭിന്നമായ തർക്കശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. ആയുർവേദം ഒരു വിശ്വാസമല്ല, മറിച്ച് നിരീക്ഷണ ശാസ്ത്രമാണ്. ആയുർവേദം വികസിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങളായി പുനരാവൃതമായ ക്ലിനിക്കൽ നിരീക്ഷണങ്ങളിലൂടെയും യുക്തിപരിചയവും പ്രായോഗിക ഫലവും ഉപയോഗിച്ച് എന്താണ് ആരോഗ്യം നിലനിർത്തുന്നതെന്ന പഠനങ്ങളിലൂടെയുമാണ്. അതിന് ആത്മീയ പരാമർശങ്ങളും സംസ്കൃത ഭാഷയും പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ടെങ്കിലും ആയുർവേദമെന്നത് ഒരു മതപരമായ സങ്കല്പമല്ല. ആയുർവേദമെന്നത് മൈക്രോസ്കോപ്പ് ഉണ്ടാകുന്നതിനു മുമ്പേയുള്ള പ്രായോഗിക അറിവാണ്. ആധുനിക ശാസ്ത്രം ഇന്ന് ആയുർവേദത്തെ പിന്തുടരുന്നു. എപ്രകാരമാണോ നമുക്ക് സമീപമുള്ള ഒരു ഭീമമായ രൂപത്തെ ഗ്രഹിക്കാൻ കഴിയാത്തത്, അതുപോലെ തന്നെ ഈ വൈദ്യശാസ്ത്രത്തെ ഗ്രഹിച്ച് ഉൾക്കൊള്ളുവാനും ആധുനിക ശാസ്ത്രം വൈകുന്നു. കുക്കുർമിൻ അഥവാ മഞ്ഞളിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെന്നും അശ്വഗന്ധം സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായിക്കുന്നുവെന്നും ത്രിഫല ഒരു ആൻറ്റി ഓക്സിഡൻറ്റും അത് ആമാശയം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗപ്രദമാണെന്നും ധ്യാനം, പ്രാണായാമം എന്നിവ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കുന്നുവെന്നുള്ളതെല്ലാം ഈ അടുത്ത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഉദാഹരണങ്ങളിൽ ചിലതാണ്. എന്തിനധികം പറയുന്നു, ഗട്ട് മൈക്രോബിയം ഗവേഷണം പോലും ഇന്ന് അഗ്നി സിദ്ധാന്തത്തെ പിന്തുടരുന്നു. ആയുർവേദമെന്നത് പ്രതിരോധവും വ്യക്തിഗത പരിചരണവുമാണ്. ആധുനിക വൈദ്യശാസ്ത്രം അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ ശക്തമാണ്. ആയുർവേദം പ്രതിരോധത്തിലും ദീർഘകാല പരിചരണത്തിലും ജീവിതശൈലീ രോഗങ്ങളുടെ ചികിത്സയിലും മികവ് പുലർത്തുന്നു. ഒരു രോഗം 2 ആളുകൾക്ക് ഉണ്ടാകാമെങ്കിലും ഒരു മരുന്ന് ഒരാളിൽ ഉണ്ടാക്കുന്ന പ്രഭാവമല്ല മറ്റൊരാളിൽ ഉണ്ടാക്കുന്നത്. ഒരാളെപ്പോലെ മറ്റൊരാളില്ല. അതുപോലെ തന്നെയാണ് പരിചരണവും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആയുർവേദമെന്നും മറ്റും വിശ്വസിച്ച് മരുന്നുകൾ ഉപയോഗിക്കുന്നത് നന്നല്ല. കാരണം നമ്മുടെ ഈ ശാസ്ത്രം രോഗത്തെക്കാളുപരി രോഗിയെയും രോഗിയുടെ ശരീരവും ബലവും ജീവിത രീതിയെയും ആശ്രയിച്ചാണ് ചികിത്സകൾ നിർദ്ദേശിക്കുന്നത്. ശരീരത്തിനും മനസ്സിനും രോഗത്തെ അകറ്റി നിർത്താൻ കഴിയും. ആയതിനാൽ ആയുർവേദമെന്നത് കാലാതീതമായ ശാസ്ത്രമാണ്. ഇന്നത്തെ തിരക്കും സമ്മർദ്ദവും നിറഞ്ഞ ലോകത്ത് ആയുർവേദം നമ്മുടെ ശരീരത്തെയും പ്രകൃതിയെയും അടിയന്തരമായി ഓർക്കുന്നു. നന്ദി.